ഇവിടെ പ്രാവശ്യം ഹീറോ ഹോണ്ടയുടെ ഒരു ബൈക്കായിട്ടാണ് വന്നിട്ടുള്ളത്. ചെറിയ വിലയിൽ ചെറിയൊരു ബൈക്ക് മൈലേജ് ഉള്ളത്, അതാണ് ഈ വണ്ടിയുടെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ ഹീറോ ഹോണ്ടയുടെ CD ഡിലക്സ് ആണ് വണ്ടിയുടെ. അപ്പോൾ ഈ വണ്ടിക്ക് മൈലേജ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ടുണ്ട്. സെൽഫ് സ്റ്റാർട്ടാണ്, 2 അലോയ് വീലുകളാണ്. അത്യാവശ്യം കാണാൻ വലിയ കുഴപ്പമില്ല എന്ന് വെച്ചിട്ട് വലിയ ആഡംബരങ്ങളൊന്നുമില്ല. അത്യാവശ്യം കുഴപ്പങ്ങളൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ട്. വണ്ടീൻ്റെ മോഡലിനെ കുറിച്ച് പറയുവാണെങ്കിൽ 2013 മോഡലാണ്. അതുപോലെ ഓണർഷിപ്പിനെ കുറിച്ച് പറയുവാണെങ്കിലും തേർഡ് ഓണറായിട്ട് അധികം ആയിട്ടില്ല. ഇവർ അങ്ങോട്ട് പരിചയക്കാർ തന്നെയാണ് വാഹനം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വണ്ടിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരെ ലൈക്കൊക്കെ അടിച്ച് കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് കമൻറ്റ് ബോക്സിൽ അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് ഫസ്റ്റത്തെ കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ തമ്പനേലിൻ്റെ അടിഭാഗത്തായിട്ട് സോൾഡ് ഔട്ട് വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് അതും എഴുതി വെച്ചിട്ടുണ്ടാവും. അതൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം വീട്ടുകാരെ വിളിക്കാനായിട്ട് ഇടാം. ആദ്യം തന്നെ പെയിൻറ്റിങ്ങിന് വിശേഷം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവത്തിൻ്റെ അവിടെ കാണാം ഇതേപോലെ പെയിൻറ്റ് പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്തൊക്കെയോ സ്റ്റിക്കർ പൊട്ടിയൊരു ചെറിയ പീസ് പൊട്ടിയതായിട്ട് കാണുന്നുണ്ട്. ഇതാണ് ഫ്രണ്ട് ലുക്ക് എന്ന് പറയുമ്പോൾ ഉള്ള സംഭവം. മഡ് ഗാർഡിൻ്റെ അവിടെ നിന്ന് വേറെ കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ല. സ്റ്റമ്പിൻ്റെ അവിടെ വേറെ ലീക്ക് കാര്യങ്ങളൊന്നും കാണാനില്ല. പിന്നെ ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ ടാങ്കിൻ്റെ അവിടെയൊക്കെ അത്യാവശ്യം ചെറിയ ഈ ക്ലിയർ പൊളിഞ്ഞു പോയിട്ടുള്ള സംഗതി പോലെ ഉണ്ട്, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നും കാണുന്നില്ല. ഇനി ഫ്രണ്ടിലത്തെ കിലോമീറ്റർ കേബിളിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഇത് വർക്ക് ചെയ്യാത്ത കിലോമീറ്റർ കേബിളാണ്. 31,000 കാണുന്നതെങ്കിലും വർക്ക് ചെയ്യാത്തതാണ്. കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല. വേറെ ടാങ്കിൻ്റെ ഇവിടെ കാര്യമായിട്ട് വേറെ സംഗതികളൊന്നും പ്രശ്നങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല. സ്റ്റാർട്ടിങ് ആണ്. ഇവിടെയൊക്കെ പാച്ചിങ് ചെയ്ത് വെക്കേണ്ടി വരും, വെള്ളം ഇറങ്ങുന്നത് കൊണ്ടേ. വണ്ടി കഴുകിയിട്ടില്ല, അതിൻ്റെ ഒരു കുഴപ്പമുണ്ട്. പിന്നെ സൈലൻസറിൻ്റെ ഭാഗങ്ങളൊന്നും അത്യാവശ്യം കാണാനായിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഈ പിടുത്തത്തിൻ്റെ അവിടെ ചെറിയ എന്തോ ഒരഞ്ഞ പോലത്തെ സംഭവമുണ്ട്. സീറ്റ് കവറിൻ്റെ അവിടുത്തെ ഈ ഒരു സാധനം മാത്രമേ പോയിട്ടുള്ളൂ. പിന്നെ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ പ്ലേറ്റിൻ്റെ ഈ ഭാഗത്ത് ചെറിയ തുരുമ്പ്, ചെറിയ അഴുക്ക് കാര്യങ്ങളൊക്കെ. പിന്നെ പെയിൻറ്റ് പോയിട്ടില്ല, കാര്യമായിട്ട് ചെളിയാണുള്ളത്. ടയർ പറയുകയാണെങ്കിൽ ബാക്ക് ടയർ ഒരു 50% ടയറുണ്ട്, ഫ്രണ്ടിൽ ഒരു 80% ടയറുണ്ട് കേട്ടോ. സെൽഫ് സ്റ്റാർട്ടാണ് വണ്ടി, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. തേർഡ് ഓണറാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഈ ടാങ്കിൻ്റെ ഈ സൈഡിൽ എന്തോ ഇത് കഴുകിയാൽ പോയില്ലെന്ന് തോന്നുന്നു. കാര്യമായിട്ട് പെയിൻ്റാണോ മറ്റേ എന്തോ സംഭവം ആയിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്താണ് വാഹനം ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെറിയ വണ്ടി താല്പര്യമുള്ളവർക്ക് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് തരാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കട്ടോ. സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോക്ക് ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് പറ്റുന്നത്. ചോക്ക് ഇടാണ്ട് കാര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഒരു ചെറിയ സംഗതി ഉണ്ടാവും, ഒന്ന് ഓർമ്മിക്കുകയാണ്. റേസ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ കാണണം, പോകയും കാര്യങ്ങളൊന്നുമില്ല. എഞ്ചിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വലിയ സംഭവമൊന്നുമില്ല. പക്ഷേ ചോക്ക് ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് എന്ന കാര്യം മാത്രമാണ് പറയാനുള്ളത്. പിന്നെ ഓടിക്കുമ്പോൾ മറ്റേ ചോക്ക് ഓഫാക്കാം. അപ്പോൾ അതെന്താണെന്ന് നോക്കിയാൽ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. അതുപോലെ തന്നെ ഏത് വാഹനവും നമ്മൾ ചാനലിലിടുന്ന ഏത് വാഹനം ആയാൽ പോലും നിങ്ങൾ വരുമ്പോൾ ഒരു മെക്കാനിക്കിനെയും കൂടെ കൂട്ടുന്നതാണ് എപ്പോഴും നന്നാവുക. അന്നേരം കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുക, എന്തൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ പോരായ്മകളുണ്ടോ എന്നൊക്കെ പരിശോധിച്ച് നോക്കിയിട്ട് വിലപേശലിന് വിധേയമാക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ വണ്ടിയുടെ ഉടമസ്ഥന് എപ്പോഴും മികച്ച വില കിട്ടുന്നത് തന്നെയാണ് ആഗ്രഹം. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയല്ലേ, നമുക്ക് ഏറ്റവും കൂടുതൽ വില കിട്ടുന്നത് തന്നെയാണ് ആഗ്രഹം. പക്ഷേ നിങ്ങളിപ്പോൾ വീഡിയോയിൽ പറയുന്ന വില കേട്ടിട്ട് ഇത് വില കൂടുതലാണ് എന്ന് പറയാറുണ്ട്. പക്ഷേ ശരിയാണ്. എങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് ഓടിച്ച് നോക്കി നിങ്ങളൊരു നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന ഒരു വിലയിലേക്ക് പൈസ എടുത്ത് വെച്ച് വില പേശിക്കുകയാണെങ്കിൽ ഒരുപാട് കച്ചവടങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് വീഡിയോസ് അങ്ങനെ വണ്ടികൾ വിറ്റ് പോയിട്ടുള്ള ഒരുപാട് സംഗതികളുണ്ട്. ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇത്രയൊക്കെ വിറ്റ് പോയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ വിളിക്കാം. അതുപോലെ തന്നെ നമ്മളൊരു CT 100 ഇട്ടുണ്ടായിരുന്നു, കോഴിക്കോടുക്കാണ് വിറ്റ് പോയത്. 30 രൂപ പറഞ്ഞത് 25 രൂപയ്ക്കാണ് ലാസ്റ്റ് അത് സെയിലായത്. ഇനി ഇത് തേർഡ് ഓണറാന്ന് പറഞ്ഞു. 2013 മോഡലാണ്. ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്താണ് വണ്ടി ഇരിക്കുന്നത്. 27,000 രൂപയാണ് സെല്ലർ ആവശ്യപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ വന്ന് ഓടിച്ച് നോക്കുക, കാര്യങ്ങളൊക്കെ നോക്കുക. അതിനെ കൂടെ ആളില്ലാത്തതുകൊണ്ടാണ് ഓടിച്ച് നോക്കിയിട്ടുള്ളൊരു വീഡിയോ ഇടാത്തത്. വാഹനത്തിന് താല്പര്യക്കാരുണ്ടെങ്കിൽ എത്രയും വേഗം വിളിച്ചോ വില പേശനും കാര്യങ്ങളൊക്കെ ചെയ്ത് മറ്റൊരു വാഹനത്തിൻ്റെ കിടക്കാച്ച വിശേഷങ്ങളുമായിരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ.